നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് PSCയിൽ സ്ഥിരം ചോദ്യം വരുന്ന ഏരിയ ആയിട്ടുള്ള ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ്, അതായത് ഒരേ പാറ്റേണിൽ തന്നെ വരുന്ന എന്നാൽ 4 രീതിയിൽ ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഇവിടെ നോക്കാനായി പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. 1 കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം 960 ഗ്രാം തൂക്കക്കട്ടി ഉപയോഗിച്ചാൽ അയാളുടെ ലാഭ ശതമാനം എത്ര എന്നതാണ് ചോദ്യം. ഈ പാറ്റേണിൽ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും സ്ഥിരം വരുന്ന ചോദ്യമാണ്. നമുക്ക് നേരെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം അയാൾ പറയുന്നുണ്ട് വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യമാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ അയാൾ ചെയ്യുന്ന തിരിമറി എന്താണ്? 1 കിലോഗ്രാമിൻ്റെ തൂക്കക്കട്ടിക്ക് പകരം അയാൾ 960 ഗ്രാമിൻ്റെ തൂക്കക്കട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ കിലോഗ്രാമും ഗ്രാമും നമുക്ക് ഒരു യൂണിറ്റിലോട്ട് മാറ്റാം. അതായത് നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാമിനെ നമ്മൾ 1000 ഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇയാൾ എന്താണ് പറയുന്നത്? 1 കിലോഗ്രാമിന് അയാൾ കൊടുക്കുന്ന അതേ വിലയാണ് 960 ഗ്രാം വിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, അയാൾ പറയുന്നത് ഒരേ വിലയ്ക്കാണ് കൊടുക്കുന്നതെന്നാണ്. പക്ഷേ നോക്കൂ, 1 കിലോഗ്രാം തൂക്കക്കട്ടിക്ക് പകരം അയാൾ ഉപയോഗിക്കുന്നത് 960 ഗ്രാമിൻ്റെ തൂക്കക്കട്ടിയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? അതായത് 1 കിലോഗ്രാമിൻ്റെ അയാൾക്ക് ചിലവാകുന്ന പൈസ, അല്ലെങ്കിൽ അതിൻ്റെ 1 കിലോഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 960 ഗ്രാമിൻ്റെ എന്താണ് സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ? അപ്പം 1 കിലോഗ്രാം അയാൾ എത്ര രൂപ കൊടുത്താണോ വാങ്ങുന്നത് അതേ എമൗണ്ട് 960 ഗ്രാം വിൽക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് എഴുതാം. അതായത് 1000 CP എന്ന് പറയുന്നത് 960 SP തുല്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം? CP/SP കാണാം. CP/SP ഈസ് ഈക്വൽ ടു 960/1000. വെട്ടിക്കളയാം. 0 വെട്ടി 2 കൊണ്ട് വെട്ടുമ്പോൾ 50, 40, 2 കൊണ്ട് വെട്ടുമ്പോൾ 24, 25. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെടുത്ത് എഴുതാം? അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 24 ആണ് എങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25 ആണ്. അതായത് 24 രൂപയ്ക്ക് അയാൾ വാങ്ങിയ സാധനം അയാൾ വിൽക്കുന്നത് 25 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകാം? അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 മൈനസ് 24, അതായത് 1 രൂപയാണ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാഭ ശതമാനമാണ്. അപ്പോൾ നമ്മൾ ലാഭ ശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്ര രൂപയാണ്? 1 രൂപ. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 24. 1/24 × 100. ഇതാണ് അയാളുടെ ലാഭ ശതമാനം എന്ന് പറയുന്നത്. നമുക്ക് 2 കൊണ്ട് വെട്ടിക്കളയാം അല്ലേ? 12, 50, 25, 6. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 25/6. അതായത് നമുക്ക് 1/6% എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. By selling 20 books, seller earns a profit equal to the cost price of 3 books. Its profit percentage is equal to. അതായത് 20 ബുക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നു? 3 പുസ്തകങ്ങൾ വിൽക്കുന്നതിൻ്റെ ലാഭം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ അത് ഇക്വേഷനായിട്ട് എടുത്തെഴുതാം. ബൈ സെല്ലിംഗ് 20 ബുക്സ്, അതായത് 20 പുസ്തകങ്ങൾ വിൽക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് അയാൾക്ക് എന്ത് കിട്ടുന്നു? 3 പുസ്തകം വാങ്ങിയതിൻ്റെ പൈസ ലാഭമായിട്ട് കിട്ടുന്നു. അതായത് ലാഭം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 20 പുസ്തകം അയാൾക്ക് വിൽക്കുമ്പോൾ ഈ 20 പുസ്തകത്തിൻ്റെ കോസ്റ്റ് പ്രൈസും അയാൾക്ക് ലഭിക്കും. ഇതിന് പുറമെ 3 പുസ്തകത്തിന് കോസ്റ്റ് പ്രൈസ് ഓഫ് 3 ബുക്സ്, ഈ 3 പുസ്തകത്തിൻ്റെ വില, വാങ്ങിയ വില കൂടി ലാഭമായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ 20 പുസ്തകത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 20 SP ഈസ് ഈക്വൽ ടു 23 CP. SP ബൈ CP ഈസ് ഈക്വൽ ടു 23/20. ഇതിൽ നിന്ന് നമുക്ക് SP ഈസ് ഈക്വൽ ടു 23, CP ഈസ് ഈക്വൽ ടു 20. അതായത്
20 രൂപയ്ക്ക് അയാൾ വാങ്ങിയ സാധനം അയാൾ 23 രൂപയ്ക്ക് വിൽക്കുന്നു. സോ അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 23 മൈനസ് 20 ഈസ് ഈക്വൽ ടു 3. ഇനി നമ്മളുടെ ചോദ്യത്തിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനാണ്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ പ്രോഫിറ്റായ 3 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 20 ഇൻറ്റു 100. 20 100 കൂടെ നമുക്ക് 5 കൊണ്ട് വെട്ടാം. നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 15%. ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കിയേ, 30 മിഠായി വിറ്റപ്പോൾ 8 മിഠായിയുടെ വാങ്ങിയ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വിറ്റ മിഠായിയുടെ എണ്ണം, അതായത് 30 മിഠായിയുടെ സെല്ലിംഗ് പ്രൈസ് വിറ്റപ്പോൾ 8 മിഠായിയുടെ വാങ്ങിയ വില നഷ്ടമാണ്, അയാൾക്ക് നഷ്ടപ്പെട്ടു. അതായത് 30 മിഠായി വിറ്റപ്പോൾ അയാൾക്ക് എന്ത് കിട്ടിയില്ല? 30 മിഠായിയുടെ കോസ്റ്റ് പ്രൈസ് പോലും കിട്ടിയില്ല. മാത്രമല്ല അതിൽ നിന്നും 8 മിഠായിയുടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് അയാൾക്ക് നഷ്ടമാവുകയും ചെയ്തു. അപ്പം ഈ 30 മിഠായിയുടെ കോസ്റ്റ് പ്രൈസിൽ നിന്നും അയാൾക്ക് 8 മിഠായിയുടെ കോസ്റ്റ് പ്രൈസ് നഷ്ടമായ വിലയ്ക്കാണ് അയാൾ 30 മിഠായി വിറ്റത്. സോ 30 SP ഈസ് ഈക്വൽ ടു 22 CP. SP ബൈ CP ഈസ് ഈക്വൽ ടു 22 ബൈ 30. നമുക്കിതിനെ വെട്ടി 11ഉം 15ഉം ആക്കാം. ഓക്കെ, സോ SP ഈസ് ഈക്വൽ ടു 11, CP ഈസ് ഈക്വൽ ടു 15. നോക്കിക്കേ, അയാൾ 15 രൂപയ്ക്ക് വാങ്ങിയ സാധനം വിൽക്കുന്നത് 11 രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെ അയാളുടെ നഷ്ടം എത്രയാണ്? 15 മൈനസ് 11 ഈസ് ഈക്വൽ ടു 4 രൂപ നഷ്ടം. ഇനി നമുക്ക് കാണേണ്ടത് നഷ്ടശതമാനമാണ്. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു നമ്മുടെ നഷ്ടമായ 4 ഡിവൈഡ് ബൈ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 15 ഇൻറ്റു 100. 5 കൊണ്ട് വെട്ടിയാൽ 3, 5 കൊണ്ട് വെട്ടിയാൽ 20. നമുക്കിത് 60/3% എന്ന് കിട്ടും. വേണമെങ്കിൽ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയും എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. By selling 12 books, the seller lost the selling price of 3 books. The loss percentage is, അതായത് 12 ബുക്ക് വിറ്റപ്പോൾ ആ സെല്ലറിന് എന്താണ് നഷ്ടം സംഭവിച്ചത്? 3 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് നഷ്ടമായിപ്പോയി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നും ഇക്വേഷൻ പോലെ എടുത്തെഴുതാം. അതായത് 12 പുസ്തകത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 12 പുസ്തകത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്നും പ്രൈസ് ഓഫ് 3 ബുക്സ്, അല്ലെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈ 3 പുസ്തകത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിലുണ്ടായ നഷ്ടമാണ്. സോ നമുക്കിത് കൂട്ടാം. 15 SP ഈസ് ഈക്വൽ ടു 12 CP. SP ബൈ CP ഈസ് ഈക്വൽ ടു 12/15. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 4, ഇവിടെ 5. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5. നോക്കിക്കേ, 5 രൂപയ്ക്ക് വാങ്ങിയ സാധനം അയാൾ വിൽക്കുന്നത് 4 രൂപയ്ക്കാണ്. അപ്പോൾ അവിടെ ഇയാളുടെ ലോസ് എന്ന് പറയുന്നത് 5 മൈനസ് 4 ഈസ് ഈക്വൽ ടു 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് പെർസെൻറ്റേജ് ആണ്. സോ ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 1 ബൈ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 5 ഇൻറ്റു 100. ഇത് നമുക്കറിയാം 20 ആണ്. സോ അയാളുടെ ലോസ് പെർസെൻറ്റേജ് 20%. എല്ലാവർക്കും വ്യക്തമായെന്ന് മനസ്സിലാവുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.